ഹായ് ഫ്രണ്ട്സ്, പ്രധാനമന്ത്രി എത്തി, വയനാട് സന്ദർശിച്ചു മടങ്ങി. എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? ഇതുവരെയും ഇല്ല. ഇനി അറിയാനുള്ളത് ഇനി വിദഗ്ധ സംഘം എത്തുമോ എന്നുള്ളതാണ്. വിശദമായി പഠിക്കുവാനായി. അതാണ് പതിവ്. പിന്നെ അവരെ തീറ്റിപ്പറ്റുന്ന ചെലവ് കൂടെ കേരളം വഹിക്കേണ്ടി വരും. അങ്ങനെയാണ് സംഭവിക്കാറ്. ഇനിയാണ് എല്ലാം നഷ്ടപ്പെട്ടവരുടെ ദുരിതകാലം ആരംഭിക്കുന്നത്. ഇപ്പോൾ സർക്കാരായിട്ടും സംഘടനകളായിട്ടും ഒക്കെ ഭക്ഷണവും കാര്യങ്ങളും കൃത്യമായി കിട്ടുന്നുണ്ട്. ഇനി അങ്ങോട്ട് അത് കിട്ടണമെന്നില്ല. കവളപ്പാറ നമ്മുടെ മുൻപിലുണ്ട്. അന്ന് 6 ലക്ഷം രൂപയാണ് സ്ഥലം ഏറ്റെടുക്കാൻ കൊടുത്തത്. അതിൽ പിന്നെ ടാക്സ് പോയി 5.25 ലക്ഷം രൂപ കൈ കിട്ടി. 5.25 ലക്ഷം രൂപ എവിടെ സ്ഥലം കിട്ടാനാണ്? ചെറിയ പ്ലോട്ട് കിട്ടി, അത്ര തന്നെ. അതൊരു കുന്നിന്റെ മുകളിൽ. പിന്നെ 6 ലക്ഷം രൂപ വീട് വയ്ക്കാനും ഒരു ചെറിയ ഷെഡ് വയ്ക്കാനും പറ്റി. ആ കുന്നിന്റെ മുകളിൽ നല്ല വഴിയില്ല, വേനൽക്ക് വെള്ളമില്ല, ഒരു സൗകര്യങ്ങളുമില്ല. ജീവിതം ദുരിതം. ആ അനുഭവം വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഓരോരുത്തർക്ക് വീട് വെച്ച് കൊടുക്കാതെ ഒരു ടൗൺഷിപ്പ് പണിയുക. എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, എല്ലാ സൗകര്യങ്ങളുമുള്ള, ഉരുൾപൊട്ട സാധ്യത ലെവലേഷൻ പോലും ഇല്ലാത്ത സുരക്ഷിതമായ ഒരിടം. അവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി അവരെ പുനരധിവസിപ്പിക്കുക. അവിടെ സ്കൂൾ ഉണ്ടാവണം, ആസ്പത്രി ഉണ്ടാവണം, സർക്കാർ ഓഫീസ് ഉണ്ടാവണം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള, നല്ല വഴി സൗകര്യമുള്ള ഒരു പുതിയ സ്ഥലം കണ്ടെത്തി അവിടേക്ക് എല്ലാവരെയും പുനരധിവസിപ്പിക്കുക. അതിനായി ലഭിച്ച ഫണ്ട് ഉപയോഗിക്കാം, പോരായിക ജനങ്ങളിൽ തന്നെ സമാഹരിക്കുകയും ചെയ്യാം. കേരള മനസ്സ് ഒന്നായി അവരോടൊപ്പം തന്നെയുണ്ട്. തീർച്ചയായും അതാണ് ഒരു പരിഹാര മാർഗമെന്ന് ഞാൻ കരുതുന്നു.